അത് നമ്മൾ ഈ ദൃശ്യങ്ങൾ മേലാമുറിയിൽ നിന്നുള്ളതാണ്. ബി.ജെ.പിയുടെ NDAയുടെ കലാശക്കൊട്ട് അത് ഒരു പ്രകടനമായി അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. വിപിൻ സി വിജയൻ അവിടെ ചേരുന്നുണ്ട്. ബി.ജെ.പിയുടെയും BDJS-ന്റെയും ഒക്കെ പതാകകൾ കാണാം അവിടെ. വിപിൻ, മേലാമുറിയിൽ അവരുടെ ബി.ജെ.പിയുടെ NDAയുടെ റോഡ് ഷോ തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സ്ഥാനാർത്ഥി അതിനൊപ്പം ചേർന്നിട്ടുണ്ടോ അതോ അദ്ദേഹം അവിടേക്ക് എത്തുകയുള്ളൂ? റോഡ് ഷോ ഇതാ മേലാമുറിയിൽ നിന്ന് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിട്ടുണ്ട്, ശോഭാ സുരേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിയാണ് വലിയ ഒരു റോഡ് ഷോ ഇപ്പോൾ നടത്തുന്നത്. കൊട്ടിക്കലാശം അത് അതിഗംഭീരമാക്കാൻ തന്നെയാണ് BJP കേന്ദ്രവും ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി മേലാമുറിയിൽ നിന്നുള്ള ഒരു റോഡ് ഷോ, അതായത് ബൈക്ക് റാലിയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നു. ഇതാ ഈ കാണുന്നത് പോലെ തന്നെ 100 കണക്കിന് ബൈക്കുകളുണ്ട്. ഈ ബൈക്ക് റാലി അങ്ങനെ വലിയൊരു വിജയമാക്കുക എന്നുള്ളതാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്. ഇവിടെ നിന്നും ഈ കൽപ്പാത്തി വഴി ആ ഒരു വഴിയാണ് ഇവർ ചുറ്റുന്നത്. പുതിയ പാലം വഴിയൊക്കെ അങ്ങനെ ചുറ്റിക്കൊണ്ടാണ് പുതിയ സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് എത്തുകയും അവിടെ കൊട്ടിക്കലാശം ഉണ്ടാവുകയും ചെയ്യുക. വലിയ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയുള്ളത്. ഇപ്പോൾ നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വെച്ച് ഈ റോഡ് ഷോയുടെ ഭാഗമാകുമെന്നുള്ളതാണ് നിലവിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രാവശ്യം എങ്ങനെയാ, എത്ര ഉണ്ടാവും ഭൂരിപക്ഷം? 10,000-ന് മുകളിൽ കൂടും. 10ന്റെ മുകളിൽ പോകും. കുറഞ്ഞു പോയോ? ഇല്ല, കുറഞ്ഞു കൂടാനോ ചാൻസ്. പക്ഷെ നമ്മളൊരു ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. വലിയ ആവേശത്തിലാണോ ഉള്ളത്? പിന്നെ വലിയ ആവേശത്തിലാണ്. എന്തായാലും ഞങ്ങൾ ജയിക്കും. ഇപ്രാവശ്യം പാലക്കാട് പിടിക്കുന്നതാണോ? പിടിക്കും, തീർച്ചയായും പിടിക്കും. എന്തൊക്കെയാ ഒരു അനുകൂല ഘടകങ്ങൾ ഇപ്രാവശ്യം? ഇപ്രാവശ്യം എല്ലാം കൊണ്ട് അനുകൂല ഘടകമാണ്. ഞങ്ങളുടെ ഇന്ന് ഒരാൾ പോയത് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അനുകൂല ഘടകമായിട്ടാണ് തോന്നുന്നത്. ഉള്ളതിനേക്കാൾ പോയതാണ് നല്ലത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവസരവാദികൾ പോവുക തന്നെയാണ് വേണ്ടത്. ബൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ആവേശത്തിലായിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, നിറയുണ്ട്. നിങ്ങൾ തന്നെയുള്ളോ അതോ സ്ത്രീകൾ പിറകിലേക്കുണ്ടോ? ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഞങ്ങൾ എന്നും ഉണ്ടാവും. മുന്നിൽ ഒരു കുറച്ചിലും ഉണ്ടാവില്ല. ഞങ്ങൾ എന്നും ഉറച്ച വിശ്വാസത്തോടെ തന്നെ ഇരിക്കും. കൃഷ്ണകുമാറിന് എത്ര വോട്ടിന് ഒരു ഭൂരിപക്ഷം ഒക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു മാസത്തെ അടിപൊളിയായിട്ടുള്ള ഒരു പ്രചാരണമായിരുന്നു. ഭൂരിപക്ഷത്തിൽ തന്നെ ഞങ്ങൾ വിജയിക്കും. ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും, ഉറപ്പാണ്. പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പാലക്കാട് അങ്ങ് കയ്യിലെടുക്കും. പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങൾ പാലക്കാട് കയ്യിലെടുക്കും. ഇതാ ഇത്രയ്ക്ക് വിശ്വാസത്തിലാണ്, ഇത്ര അടിയുറച്ചിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ് ഉള്ളത്. ഏറ്റവും കൂടുതൽ അവർക്ക് വോട്ടിലും പ്രതീക്ഷ ഉള്ളത് ഈ പാലക്കാട് നഗരസഭയാണ്. കഴിഞ്ഞ പ്രാവശ്യം 6000-ലധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്നതും പാലക്കാട് നഗരസഭയിൽ നിന്നാണ്. ഇപ്രാവശ്യം അത് കൂട്ടുക, അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായും ലക്ഷ്യമിടുന്നത്. ഒപ്പം മാത്തൂരും കണ്ണാടിയിലും വോട്ട് വർദ്ധിപ്പിക്കുക കൂടി ചെയ്യുന്നതോടുകൂടി ഒരു വിജയം ഇപ്രാവശ്യം സുനിശ്ചിതമാണെന്ന് കരുതുന്നു. കഴിഞ്ഞ പ്രാവശ്യം 3800 വോട്ടുകൾക്കാണ് ഈ ശ്രീധരൻ പരാജയപ്പെട്ടതെങ്കിൽ ഇപ്രാവശ്യം അത് താഴെ തട്ട് മുതൽ, ബൂത്ത് തലം മുതൽ തന്നെ വളരെ മിഷണറി, വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നു. മുതിർന്ന നേതാക്കൾ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നു. ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു, ഒക്കെ പരിഹരിക്കാൻ വലിയ ഇടപെടൽ ഉണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നും ഈ A ക്ലാസ് മണ്ഡലത്തിൽ BJP ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നില്ല. അതിന്റെ ഏറ്റവും ഒരു ഉച്ചസ്ഥായിലായിട്ടുള്ള പ്രചാരണത്തിന്റെ, ഒരു മാസം നീണ്ട പ്രചാരണത്തിന്റെ ഒരു അലയൊലി തന്നെ ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിന്റെ ഈ അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോഴും കാണാം. പരമാവധി പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് വലിയ ഒരു മേലാമുറിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. NDAയുടെ BJPയുടെ കലാശക്കൊട്ട് ഒരു റോഡ് ഷോയായി അവിടെ നിന്ന് തുടങ്ങുകയാണ്. അല്പസമയത്തിനകം അവിടെ സ്ഥാനാർത്ഥിയെത്തും, BJP സംസ്ഥാന അധ്യക്ഷനെത്തും, ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടേക്ക് അല്പസമയത്തിനകം